സോളിഡ്സിലെ വോളിയം എന്ന് പറയുന്ന വോളിയം ഓഫ് പിരമിഡ് എന്ന് പറയുന്ന പാർട്ടാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. വോളിയം ഓഫ് പിരമിഡ്. പിരമിഡ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ എന്താണ്. വോളിയത്തിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? 1/3 a square h. A എന്ന് പറഞ്ഞാൽ അറിയാലോ ബേസ് എച്ച്. എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈറ്റ് ആണ്. പിന്നെ ഇതിനകത്തോട്ട് എന്ത് ചെയ്ത് കൊടുത്താൽ മതി? നമ്മള് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. സംഭവം സിമ്പിൾ ആണ്. നോക്കിയാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. എന്തൊക്കെ തന്നിട്ടുണ്ട്? ബേസ് പെരിമീറ്റർ തന്നിട്ടുണ്ട്. ഇത് തന്നിട്ടുണ്ട്. ബേസ് പെരിമീറ്റർ എത്രയാ? ബേസ് പെരിമീറ്റർ 48 സെന്റിമീറ്റർ അല്ലേ? പിന്നെ എന്താ തന്നിരിക്കുന്നു? സ്ലാൻഡ് ഹൈറ്റ്. സ്ലാൻഡ് ഹൈറ്റ് എന്താ? എല്ല്. എല്ലല്ലേ? എല്ല് എത്ര തന്നിട്ടുണ്ട്? 10 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് എന്താ? വോളിയമാണ്. അപ്പൊ വോളിയം കണ്ടുപിടിക്കുമ്പോൾ എ സ്ക്വയർ വേണം, എച്ച് വേണം. എ സ്ക്വയറും വേണം. എ സ്ക്വയർ ഇതിൽ നിന്ന് എടുക്കാമല്ലോ അല്ലേ? എങ്ങനെ? ഇത് എ ആണോ? ബേസ് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എ ആണോ? ആണോ? ബേസ് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? എ അല്ലേ? ആണോ? അല്ല, ബേസ് എഡ്ജ് ആണ് എ. തിരിഞ്ഞു പോയി. ബേസ് എഡ്ജ് ആണ് എ. അപ്പൊ ഇത് ബേസ് പെരിമീറ്റർ. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ബേസിന്റെ ചുറ്റിനുമുള്ള അളവ്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ബേസ് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ബേസിന്റെ ചുറ്റിലുമുള്ള അളവ്. അപ്പൊ ബേസ് ആരാണെന്ന് മനസ്സിലാക്കണം. സ്ക്വയർ പിരമിഡിന്റെ ബേസിൽ ആരാ ഉള്ളത്? സ്ക്വയർ. ബേസിന്റെ മുകളിലായിട്ടല്ലേ 4 ട്രയാങ്കിൾ നിൽക്കുന്നത്. അതുകൊണ്ടല്ലേ അതിനെ എന്തെന്ന് വിളിക്കുന്നത്? സ്ക്വയർ പിരമിഡ് എന്ന് വിളിക്കുന്നത്. അപ്പൊ സ്ക്വയർ പിരമിഡിന്റെ ബേസിൽ ആരാ ഉള്ളത്? സ്ക്വയർ. ആ സ്ക്വയറിന്റെ എന്താ തന്നിരിക്കുന്നത്? പെരിമീറ്റർ അല്ലേ? പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? സ്ക്വയർ. സ്ക്വയറിന്റെ ചുറ്റിലുമുള്ള അളവിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? പെരിമീറ്റർ. അപ്പൊ ഒരു എഡ്ജ്, ഈ ഒരു അളവ് കാണാൻ എന്ത് ചെയ്യും? എ കാണാൻ എന്ത് വേണം? എ കാണാൻ എന്ത് ചെയ്യും? 48/4. അപ്പൊ ആൻസർ എന്താ കിട്ടും? 12 സെന്റിമീറ്റർ. കിട്ടത്തില്ലേ? ഇതാ ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്ന മോഡൽ കണ്ടോ? ഇത് മോഡൽ നമ്മൾ ചെയ്തിട്ടുണ്ടോ? ബേസ് പെരിമീറ്റർ തന്നിട്ടുണ്ട്. ബേസ് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണ്? സ്ക്വയർ ആണ്. ആ സ്ക്വയറിന്റെ ചുറ്റിനുമുള്ള അളവ് എത്രയാണ്? 48 ആണ്. അങ്ങനെയാണെങ്കിൽ ഒരളവ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? 48നെ മൊത്തം അളവ് എത്രയാണ്? 4 കൊണ്ട് എന്ത് ചെയ്യണം? ഡിവിഷൻ നടത്തണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എ കിട്ടും. ഡൗട്ടില്ലല്ലോ. ഇനി ആര് വേണം? എ കിട്ടിക്കഴിഞ്ഞു. ഇനി ആര് വേണം? എച്ച്. എച്ച് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താ? നമുക്കറിയാലോ. റൂട്ട് പെട്ടെന്ന് ഇത്ര ഓർമ്മ പറഞ്ഞ ഇങ്ങനെ. അപ്പൊ എന്തുവാ വരുന്നത്? എൽ സ്ക്വയർ മൈനസ്, വെരി ഗുഡ്, a/2 ദ ഹോൾ സ്ക്വയർ. എൽ എന്ന് പറഞ്ഞാൽ എത്രയാ? 10 സ്ക്വയർ മൈനസ് എ എന്ന് പറഞ്ഞാൽ എത്രയാ? 12. 12ന്റെ പകുതി എത്ര? അല്ലേ? അപ്പൊ 12/2 നമുക്ക് നേരത്തെ കൊടുക്കാം. ഇനി 10 സ്ക്വയർ മൈനസ് 6 സ്ക്വയർ. 10ന്റെ സ്ക്വയർ എത്ര? 100 മൈനസ് 6ന്റെ സ്ക്വയർ എത്ര? 86. അപ്പൊ ആൻസർ എത്ര? 100ന് 36 പോയാൽ എത്ര വരും? എത്ര വരും? 64. 64ന്റെ റൂട്ട് എത്ര? 8 സെന്റിമീറ്റർ. അപ്പൊ നമുക്കിവിടെ എന്ത് കിട്ടി? ഹൈറ്റും കിട്ടി. ഇനി നേരെ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? 1/3 12 into 8. ഞാൻ അറിഞ്ഞിട്ടാന്ന് ആര് പറയരുത്. 3ാമത്തെ പ്രാവശ്യമായി. ഇനി ആ 3 കൊണ്ട് 12നെ എന്ത് ചെയ്യണം? കട്ട് ചെയ്യണം. അപ്പൊ എന്ത് കിട്ടും? 4 കിട്ടും. അപ്പൊ ബാക്കിയുള്ളത് എന്താണ്? 4 ഉണ്ട്, 12 ഉണ്ട്, 8 ഉണ്ട് അല്ലേ? ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8 4s are എത്രയാണ്? 82. 2 2s are 4. 6 2 3 4 8 3 384 സെന്റിമീറ്റർ ക്യൂബ് എന്ന് വേണം കൊടുക്കാൻ. വോളിയം വരുമ്പോൾ എന്താ കൊടുക്കേണ്ടത്? ക്യൂബാണ് കേട്ടാ. ഏരിയ വരുമ്പോൾ എന്താ കൊടുക്കണം? സെന്റിമീറ്റർ സ്ക്വയർ. യൂണിറ്റ് എപ്പോഴും എഴുതണം, അത് വിട്ടുപോകും. അപ്പം 384 സെന്റിമീറ്റർ ക്യൂബാണ് എന്ത് കിട്ടുന്നത്? വോളിയം കിട്ടുന്നത്. ഇതാണ് ചോദിച്ചിരിക്കുന്നത്. ചെയ്യാൻ എളുപ്പമല്ലേ? പേജ് നമ്പർ 195 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ബേസ് എഡ്ജ് തന്നിട്ടുണ്ട് അവര് 10 സെന്റിമീറ്റർ. സ്ലാൻഡ് ഹൈറ്റ് തന്നിട്ടുണ്ട് 15 സെന്റിമീറ്റർ. കണ്ടുപിടിക്കേണ്ടത് വോളിയം. അപ്പോൾ ഈ ബേസ് എഡ്ജ് നേരത്തെ തന്നിരിക്കുന്നത്.
ബേസ് എഡ്ജ് എന്ന് കണ്ടാൽ നേരിട്ട് അങ്ങ് എടുക്കാം. ബേസ് പെരിമീറ്റർ ആണെന്നുണ്ടെങ്കിലാണ് നമ്മൾ എന്ത് എടുക്കേണ്ടത്? 4 സൈഡ് കൊണ്ട് ഡിവിഷൻ നടക്കും. ഇപ്പൊ ഇവിടെ നോക്കിയേ, ചുമ്മാ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം 1/3. പിന്നെ എച്ച് ഇല്ല അല്ലേ? എന്തില്ല? എച്ച് ഇല്ല, എ ഉണ്ട്. അപ്പൊ എച്ച് കണ്ടുപിടിക്കണ്ടേ? എച്ച് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താ? a/2 ദ ഹോൾ സ്ക്വയർ. എൽ എത്ര ഉണ്ട്? 15a² മൈനസ് a/2 എന്ന് പറഞ്ഞാൽ എത്ര? 5a² അല്ലേ? 10ന്റെ പകുതി എടുക്കുന്നു 5, 5ന്റെ സ്ക്വയർ. 15ന്റെ സ്ക്വയർ എത്ര? 225. 5ന്റെ സ്ക്വയർ എത്ര? 25. അപ്പൊ ആൻസർ എത്ര കിട്ടി? 200, 300. അതിനൊന്നും റൂട്ടില്ലല്ലോ. അപ്പൊ അതിനെയൊക്കെ എന്തുകൊണ്ട് ഇൻറ്റു വേണം? 100 ഉണ്ടെങ്കിൽ ഇൻറ്റു വേണം, സ്പ്ലിറ്റ് ചെയ്യണം. ഇത് അറിഞ്ഞുകൂടെങ്കിൽ LCM എടുത്താൽ മതി. മനസ്സിലായോ? അപ്പൊ ഇവിടെ 100 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് വരും? 100 × 2. 200നെ സ്പ്ലിറ്റ് ചെയ്തപ്പോൾ എത്ര കിട്ടി? 100 × 2. 100ന്റെ റൂട്ട് ഉണ്ടല്ലോ. എത്ര 100ന്റെ റൂട്ട്? 10, 10 അല്ലേ? അപ്പൊ എന്ത് വരും? 10. ബാക്കി 2-നുണ്ടോ റൂട്ട്? ഇല്ല, അത് റൂട്ടിനകത്ത് തന്നെ വരും. അപ്പൊ 10√2 എന്ന് വരും. ക്ലിയർ ആയോ? അത് നേരെ എടുത്ത് ഇങ്ങോട്ട് ഇടുന്നു. ഇൻറ്റു എ എന്ന് പറയുന്നത് 10 × 10 a² ഇൻറ്റു എച്ച് എന്ന് പറയുന്നത് 10√2. 3 കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ പറ്റുമോ? ഒന്നിലും പറ്റത്തില്ല. അപ്പൊ നേരെ ഇൻറ്റു ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും ഇവിടെ? 10 × 10 എന്താ? 100 ഇൻറ്റു വീണ്ടും 10 × 10 × 10 എന്ന് എടുക്കരുത്. കാരണം ഈ 10ന്റെ കൂടെ ആരുണ്ട്? √2 ഉള്ളത് കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ 100 × 10√2 എന്ന് എഴുതുക, ഡിവൈഡഡ് ബൈ 3 എന്ന് എഴുതുക. പിന്നെ 10√2, 10√2. √2ന്റെ വാല്യൂ എത്രയാ? √2ന്റെ വാല്യൂ എത്ര? 1.41 അല്ലേ? അല്ലേ, 1.41. അപ്പോൾ ഈ 1.41 കൊണ്ട് 10നെ എന്ത് ചെയ്യണം? നമ്മൾ ഇൻറ്റു ചെയ്യണം. അപ്പോൾ 10 × 1.41 ഡിവൈഡഡ് ബൈ 3 ഉണ്ടോ? ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടും? 1.41 അല്ലേ? ഓരോ സ്ഥാനം മാറ്റി കൊടുത്താൽ പോരെ? സംഭവം കഴിഞ്ഞില്ലേ? എല്ലാം മൾട്ടിപ്ലൈ ചെയ്യാൻ നിൽക്കണോ? 1.41 ഒരു സ്ഥാനം മാറ്റുമ്പോൾ എത്രയായി? 14.1. ഇനി 2 സ്ഥാനം മാറ്റുമ്പോഴോ? 14.1നെ 2 സ്ഥാനം മാറ്റുമ്പോൾ എന്താവും? ഒരു സ്ഥാനം മാറുമ്പോൾ 1 ആയി. ഇനി അടുത്തൊരു സ്ഥാനം കൊടുക്കുമ്പോഴോ 0 ആയി. 1410/3. മനസ്സിലായത്? അടുത്ത ഓരോ സ്ഥാനം, ഓരോ ഡെസിമലിനും ഓരോ സ്ഥാനം മാറ്റി ഇട്ട് കൊടുത്താൽ മതി. പോയിന്റ് ഇട്ട് കൊടുക്കുക. മൊത്തം എത്ര 0 ഉണ്ട് ഇവിടെ? 1, 2, 3 0 കണ്ടോ? അപ്പം ഡെസിമൽ സ്ഥാനം എത്ര സ്ഥാനം മാറും? 3 സ്ഥാനം മാറും. 3 സ്ഥാനം മാറുമ്പോൾ ഇവിടെ 2 ഓൾറെഡി ഉണ്ടല്ലോ, ഒരു 0 കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ 3 സ്ഥാനം ആയില്ലേ? പോയിന്റ് ഇവിടെ കിടന്ന പോയിന്റ് എവിടെ ആയി? ഇവിടെ ആയി, ഇവിടെ ആയി കണ്ടോ? 3 സ്ഥാനം. അപ്പോൾ ആൻസർ എന്താ കിട്ടി? 1410. 1410നെ എത്ര കൊണ്ട് ഡിവിഷൻ നടത്തണം? 3 കൊണ്ട്. എങ്ങനെയാ? 1410 3 കൊണ്ട് ഡിവിഷൻ നടത്തുമ്പോൾ 3-ൽ എത്ര പ്രാവശ്യം? 14. 4 പ്രാവശ്യം 12 അല്ലേ? 14-ന് 12 കുറച്ച് 2. ബാക്കി എന്താ ഉണ്ട്? 1. 21 എത്ര പ്രാവശ്യം? 7 പ്രാവശ്യം 21. 0 ആയില്ലേ? ഇനി ഒരു 0 ഇല്ലേ? ആ 0 എവിടെ കൊടുക്കും? മുകളിൽ കൊടുക്കും. അപ്പൊ ആൻസർ എത്ര കിട്ടി? 470 സെന്റിമീറ്റർ. മനസ്സിലായോ? സിമ്പിൾ അല്ലേ? ചെയ്യുന്നു. എന്തോ മക്കളെ പറഞ്ഞിരിക്കുന്നത്? 2 square pyramids have the same volume. The base edge of one is half that of the other. 2 സ്ക്വയർ പിരമിഡുകളുടെ വോളിയം എന്താണെന്ന്? ഈക്വൽ ആണ്. എന്നിട്ടോ the base edge of one is half that of other. ഒരെണ്ണത്തിന്റെ ബേസ് എഡ്ജ് എന്ന് പറയുന്നത് മറ്റേതിനേക്കാളും എന്താണ്? ഹാഫ് ആണ്. How many times the height of the second pyramid is the height of the first? എത്ര ഇരട്ടിയാണ് സെക്കൻഡ് പിരമിഡ് ആദ്യത്തെ പിരമിഡിനേക്കാളും എത്ര ഇരട്ടിയായിട്ട് വരും? അല്ലെങ്കിൽ ഒരെണ്ണം സ്ക്വയർ പിരമിഡ് ഒന്നുണ്ട്, 2 അല്ലേ? സ്ക്വയർ പിരമിഡ് 1, അടുത്ത സ്ക്വയർ പിരമിഡ് 2. 2 ഉണ്ട്. ഇതിന്റെ വോളിയം അവർ ഈക്വലാ പറഞ്ഞിരിക്കുന്നത്. വോളിയം എന്ന് പറഞ്ഞാൽ എന്താ? 1/3 a²h. ഇതിന്റെ ഈക്വൽ 1/3 a²h. ഇത് ഈക്വലാ.
പക്ഷെ ഇവിടെ കണ്ടീഷൻ ഉണ്ട്. ഈക്വൽ ആണെങ്കിൽ എന്താ കണ്ടീഷൻ? ഇതിന്റെ ബേസ് എഡ്ജിനേക്കാൾ എന്താണെന്ന് ഹാഫ് ആണ്, പകുതിയാണ്. അപ്പൊ ഹാഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നെടുത്താൽ മറ്റേതിന്റെ എത്ര ആയിരിക്കും? പകുതി. രണ്ടെടുത്താൽ മറ്റേതിന്റെ എത്ര ആയിരിക്കും? അപ്പൊ ഇവിടെ ഒരെണ്ണത്തിന്റെ ബേസ് എഡ്ജ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? ഒരെണ്ണത്തിന്റെ ബേസ് എഡ്ജ് എന്തായിട്ട് എടുക്കുന്നു? 2. എന്തായിട്ട് എടുക്കുന്നു? മറ്റേതിന്റെയോ? ഒന്നാമത്തെ അങ്ങനെ നടക്കട്ടെ. രണ്ടാമത്തെ ബേസ് എഡ്ജോ എത്ര എടുക്കുന്നു? 1. പക്ഷെ എന്റെ പകുതിയല്ലേ. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/3 a സ്ക്വയറിന് പകരം അളവ് 2 ഫിക്സഡ് അല്ലാത്തത് കൊണ്ട് 2a the whole square into h1 1/3. ഇവിടെ a സ്ക്വയർ തന്നെ കൊടുത്താൽ മതി, അളവില്ലല്ലോ. അതുകൊണ്ട് h2 അതെന്തായാലും പകുതിയാണ്. ഇപ്പൊ മനസ്സിലായോ? 2ന്റെ സ്ക്വയർ എത്ര? 4. a സ്ക്വയർ എത്ര? a സ്ക്വയർ ഇൻറ്റു സംഭവം മാറിയത് കണ്ടോ? 1/3 a സ്ക്വയർ h2. 1/3 ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. a സ്ക്വയർ ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. ഇനി ആരാ വന്നേ? 4h1. മിക്ക കുട്ടികൾക്കും തെറ്റുന്നത് ഈ ഭാഗമാണ്. ഒരു 95% പേര് ഇത് ശ്രദ്ധിക്കാതാണ് എഴുതി പോണം. പലരും ഇത് വെച്ച് സ്ക്വയർ കൊടുക്കാതെ പോകും. ആ തെറ്റാണ് അവിടുത്തെ. ഈ സ്റ്റെപ്പ് മനസ്സിലാക്കണം. അതുകൊണ്ട് അങ്ങനെ ഇവിടുത്തെ റേഷ്യോ ശ്രദ്ധിക്കണം. ഇതും തെറ്റുന്നതാണ്. h1/h2 = 1/4. കേട്ടോ? ഇങ്ങനെ എഴുതുമ്പോഴാണ് ഇതിൽ എന്ത് ചെയ്യുന്നത്? h1 × 4 എന്ത് വരും? 4h1. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 × h2 എന്ത് വരും? h2. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ രീതിയിൽ വന്നാൽ ഇതിന് ഈ രീതിയിൽ വേണം എന്ത് ചെയ്യാൻ? റേഷ്യോ ആക്കാൻ. അപ്പൊ ഇങ്ങനെ വന്നാൽ എന്താ എഴുതാൻ? നിങ്ങൾ 3h1 = h2 എങ്ങനെ എഴുതുമെന്ന് പറഞ്ഞു? എഴുതുന്ന മനസ്സിലായോ? ഇങ്ങനെ എഴുതിയാലേ h1ന്റെ കൂടെ ആര് വരും? 3 വരും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കി എഴുതുക. ക്ലിയർ അല്ലേ? തന്നിട്ടുണ്ട് റേഷ്യോയിലാണ്. ആൻഡ് ദർ ഹൈറ്റ് ഇൻ ദി റേഷ്യോ 1:3. ഹൈറ്റ് തന്നിട്ടുണ്ട്. ബേസ് എഡ്ജ് ഓഫ് ഹൈറ്റ്. ഇതാണെങ്കിൽ വോളിയം ഓഫ് ദി ഫസ്റ്റ് ഈസ് 180 ക്യൂബിക് സെന്റിമീറ്റർ. ആദ്യത്തെ വോളിയം 180 ആണ്. 2 സ്ക്വയർ പിരമിഡിന്റെയും വോളിയത്തിന്റെ റേഷ്യോ നമ്മൾ എഴുതാൻ പോവാണ്. ഈക്വൽ 1/3 a സ്ക്വയർ h is equal to 1/3 a സ്ക്വയർ h2. എന്ന് വെച്ചാൽ ഒന്നാമത്തത് ഇത്, രണ്ടാമത്തത് 1/3 × 1 × 1 is equal to 1/3 അല്ലേ? 1/3 × 2 സ്ക്വയർ സ്ക്വയർ ആണ്. അപ്പൊ 2 × 2 × 3. 1/3 വെട്ടിപ്പോയി. 1 × 1 × 1 1:2. ഇത് കിട്ടി ഇവിടെ 12. ഉണ്ടോ? ഇവിടെ a1 h1 ആണ് എന്ത് കിട്ടുന്നത്? 1. ഇവിടെ a2 h2 എന്താ കിട്ടിയ? 12 ആണ് കിട്ടുന്നത്. മനസ്സിലായോ പറഞ്ഞു? അപ്പൊ ഇവിടുത്തെ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1:12. മനസ്സിലായോ? ഒന്നാമത്തെ പിരമിഡിന്റെ അവർ തന്നിട്ടുണ്ട്. ഫസ്റ്റ് സ്ക്വയർ പിരമിഡിന്റെ എത്രയാ തന്നിരിക്കുന്നത്? എന്താ തന്നിരിക്കുന്നത്? വോളിയം ഓഫ് അത് തന്നിരിക്കുന്നത് പറ. വോളിയം ഓഫ് ഫസ്റ്റ് വോളിയം ഓഫ് ഫസ്റ്റ് സ്ക്വയർ പിരമിഡ് എത്രയാ? 180 സെന്റിമീറ്റർ ക്യൂബ്. അതായത് ഒന്നാമത്തെ തന്നിട്ടുണ്ട് എത്രയാണെന്ന്? 180. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ വോളിയം തന്നിട്ടുണ്ട് എത്രയാണ്? 180. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ സ്ക്വയർ പിരമിഡിന്റെ വോളിയം എത്രയായിരിക്കും? ഇവിടുത്തെ റേഷ്യോ എത്രയാ? 1:12. ഒരെണ്ണം 10 ആണെങ്കിൽ മറ്റേത് എത്രയാ? 12 ഇരട്ടിയാ. അതല്ലേ ഉദ്ദേശം. ഒന്നാണെങ്കിൽ രണ്ടാമത്തെ എത്രയാണെന്ന്? 12 ഇരട്ടിയാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഒന്നാമത് 180 ആണെങ്കിൽ രണ്ടാമത്തെ എത്ര ആയിരിക്കും? 180ന്റെ 12 ഇരട്ടി. ഐഡിയ കിട്ടിയ റേഷ്യോ എന്ന് പറഞ്ഞതാ. 1:12. ഒരെണ്ണം 10 ആണെങ്കിൽ അടുത്തതെന്ന് പറഞ്ഞാൽ എത്രയാ? 12 ഇരട്ടി. അപ്പൊ എത്ര വരും? 120. 12 × 10
മനസ്സിലായോ? ഒരെണ്ണം 1 ആണെങ്കിൽ അടുത്ത എത്രയെന്ന് അർത്ഥം? 12 ആണെന്ന് അർത്ഥം. ഒരെണ്ണം 2 ആണെങ്കിലും എന്തായിരിക്കും? 12 × 2 എത്ര വരും? 24. എത്ര വരും? 2 ആണെങ്കിൽ 24. അങ്ങനെ വെച്ച് ഒരെണ്ണം 180 ആണെങ്കിൽ രണ്ടാമത്തെ എത്രയായിരിക്കും? റേഷ്യോ ആയിട്ട് എടുക്കുക. എന്തെടുക്കാം? 180/1 × 12. എങ്ങനെ എടുക്കുന്നത്? വോളിയം ഓഫ് സെക്കൻഡ് സ്ക്വയർ പിരമിഡ് എങ്ങനെ എടുക്കുന്നത്? 180 അതിന്റെ റേഷ്യോ എത്ര? 180. അതിന്റെ റേഷ്യോ എത്ര? 1 ഇൻറ്റു രണ്ടാമത്തെ റേഷ്യോ എത്ര? 12. ഇങ്ങനെ വേണം എടുക്കാൻ. ഇത് ഇൻറ്റു ചെയ്യുമ്പോൾ എത്ര കിട്ടും? 180 12 0 16 1 1 2 2 + 1 3 0 8 1 0 8 1 2 2 1 60 2160 സെന്റിമീറ്റർ ക്യൂബ് ആണ് എന്ത് വരുന്നത്? രണ്ടാമത്തെ ആൻസർ. ഒന്നാമത്തെ 180 ആണെങ്കിൽ രണ്ടാമത്തെ എത്ര ആയിരിക്കും? അതിന്റെ 12 ഇരട്ടി. അത്രേ ഉള്ളൂ. 1:12 വന്നാൽ അതാണ്. ഇനി ഇങ്ങനെ വന്നിരുന്നെങ്കിലോ? 2:10 എന്ന് വന്നിരുന്നെങ്കിൽ എങ്ങനെ എഴുതിയേനെ നിങ്ങൾ? 180/2 × 10 ഇങ്ങനെ എഴുതും. റേഷ്യോ എടുക്കുന്നത് മനസ്സിലായോ?